ഹായ് ഗൈസ്, വെൽക്കം ടു വീലെ. ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ കാണുന്ന ഓരോ ആകാശഗോളത്തെയും മനുഷ്യനെന്നും അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടിരുന്നത്. അങ്ങനെ സൗരയൂഥത്തിലെ ഓരോ ഗ്രഹങ്ങളെയും അടുത്തറിഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യൻ ആറാമതായി എത്തിച്ചേർന്ന ഗ്രഹമായിരുന്നു റോമൻ ഇതിഹാസങ്ങളിലെ കൃഷിയുടെയും കാർഷിക അഭിവൃദ്ധിയുടെയും സമ്പത്തിൻ്റെയും ദേവനായ സറ്റേണസിൻ്റെ പേരിൽ അറിയപ്പെടുന്ന സാറ്റേൺ, അല്ലെങ്കിൽ നമ്മുടെ ശനി. സൗരയൂഥത്തിൽ തന്നെ ഏറ്റവും വലിയ ആറാമത്തെ ഗ്രഹമായ ശനിക്ക് 9 ഭൂമികൾ ചേരുന്നതിലധികം വ്യാസവും 95 ഭൂമികൾ ചേരുന്നത്രയും മാസമുണ്ട്. ഈ ഗ്യാസ് ജയന്റിന് സൂര്യനെ ഒന്ന് വലം വയ്ക്കുവാനായി മാത്രം ഏകദേശം 30 വർഷങ്ങൾ വേണ്ടിവരും. പക്ഷെ അങ്ങനെയാണെങ്കിലും സ്വന്തം അച്ചുതണ്ടിൽ സ്വയം ഒന്ന് കറങ്ങുവാനായി വെറും 10 മണിക്കൂറിലധികം മാത്രം മതിയാകും. ഭൂമിയുടേതിന് ഏകദേശം സമാനമായി ചെരിവുള്ളതിനാൽ തന്നെ മാറി മാറി വരുന്ന കാലാവസ്ഥകളും സാറ്റേണിൻ്റെ പ്രത്യേകതകളിലൊന്നാണ്. അതിലോരോ കാലാവസ്ഥയും നിരന്തരമായ 7.5 വർഷത്തോളം നീണ്ടു നിൽക്കുകയും ചെയ്യും. വ്യാഴത്തെ പോലെ തന്നെ ഹൈഡ്രജനും ഹീലിയം കൊണ്ട് രൂപം കൊണ്ടിരിക്കുന്ന സാറ്റേണിന് നാസയുടെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഏകദേശം 146 ഉപഗ്രഹങ്ങൾ സ്വന്തമായുണ്ട്. സൗരയുധത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹവും സാറ്റേൺ തന്നെ. ജീവന്റെ തുടുപ്പുകൾ തേടിയുള്ള മനുഷ്യന്റെ യാത്രകളിൽ ഒരുപക്ഷെ ജീവന്റെ തുടുപ്പുകൾ കാണപ്പെടാമെന്ന് വിശ്വസിക്കുന്ന ഉപഗ്രഹങ്ങളിലൊന്നാണ് ശനിയുടെ ഏറ്റവും വലുതും സൗരയുധത്തിലെ തന്നെ രണ്ടാമത് ഏറ്റവും വലിയ ഉപഗ്രഹമായ ടൈറ്റൻ. 95% മീഥേനും മറ്റ് എലമെന്റുകളാൽ നിർമ്മിതമായ അന്തരീക്ഷവും ഇതിൻ്റെ നദികളും മഞ്ഞപ്പാളുകളാൽ നിർമ്മിതമായ മലനിരകളും ഈ മലനിരകൾക്കടിയിലുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന സമുദ്രങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ജീവന്റെ തുടുപ്പുകൾ കാണുവാനുള്ള സാധ്യതയും അനേകമാണ്. സാറ്റേണും അത് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള നിഗൂഢതകളും തേടിയുള്ള മനുഷ്യന്റെ യാത്ര ആരംഭിച്ചത് 1979 നാസ വിക്ഷേപിച്ച പയനിയർ 11 ദൗത്യത്തിലൂടെയാണ്. അതിനുശേഷം 13 വർഷക്കാലം സാറ്റേൺ വലയം വെക്കുകയും ടൈറ്റനിൽ അതിൻ്റെ പ്രോബ് കാലുകുത്തുകയും ചെയ്ത മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മഹത്തായ കസീനി ഹൈജീൻസ് ദൗത്യവും. വരും കാലങ്ങളിൽ 2027 നാസ വിക്ഷേപിക്കുവാൻ പോകുന്ന ഡ്രാഗൺ ഫ്ലൈ ദൗത്യം ടൈറ്റനിൽ എത്തിച്ചേരുമ്പോഴേക്കും ഒരു പക്ഷേ ജീവന്റെ തുടുപ്പുകളെക്കുറിച്ചുള്ള വിവരങ്ങളും നമ്മളെ തേടിയെത്തിയേക്കാം. ടൈറ്റൻ മാത്രമല്ല, നിരന്തരമായി നീരാവി പുറത്തുവിടുന്ന ഗെയ്സറുകളും ഐസ് പാളികളും ജലത്താൽ നിറഞ്ഞ അന്തർമുഖ സമുദ്രങ്ങളുമുള്ള എൻസിലാഡസിലും എവിടെയെങ്കിലുമൊക്കെ ജീവന്റെ തുടുപ്പുകൾ കാണപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിലും സാറ്റേണിന്റെ ഉപഗ്രഹങ്ങളിൽ ജീവൻ കാണുവാനുള്ള സാധ്യതകൾ ഏറെയാണെങ്കിലും സാറ്റേൺ എന്ന ഗ്രഹത്തിന്റെ കാര്യം പക്ഷെ മറിച്ചാണ്. അതികഠിനമായ മർദ്ദവും ഗ്രഹത്തിന്റെ കോമ്പോസിഷനുമെല്ലാം ജീവൻ നിലനിൽക്കുവാനുള്ള സാധ്യതകൾ വിദൂരമാക്കുന്നു. സാറ്റേൺ എന്ന ഗ്രഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് അതിൻ്റെ വലയങ്ങളാണ്. എങ്ങനെ ഈ വലയങ്ങൾ സാറ്റേണിന് രൂപം കൊണ്ടു എന്നതുമായി ബന്ധപ്പെട്ട് പല തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നോ ഏതോ കാലത്ത് ഏതെങ്കിലും ഉപഗ്രഹമോ ധൂമകേതുക്കളോ സാറ്റേണിന്റെ റോഷേ ലിമിറ്റ് താണ്ടുകയും തൽബലമായി നശിപ്പിക്കപ്പെട്ട ഉപഗ്രഹത്തിൻ്റെയോ ധൂമകേതുക്കളുടെയോ ബാക്കി പത്രമാണ് സാറ്റേണിന്റെ വലയങ്ങളെന്ന് ഒരു കൂട്ടർ വാദിക്കുന്നു. എന്നാൽ മറ്റൊരു കൂട്ടർ പറയുന്നത് ഏകദേശം 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഗ്രഹം രൂപം കൊണ്ട സമയം അന്ന് ബാക്കിയായി വന്ന പദാർത്ഥങ്ങളും ഐസ് പാളികളും കാലക്രമേണ വലയങ്ങളായി മാറിയതാണെന്ന്. 99% ഐസിനാലും 1% പൊടിപടലങ്ങളാലും നിർമ്മിതമായ എ മുതൽ ജി വരെ അടയാളപ്പെടുത്തിയിട്ടുള്ള 7 വലയങ്ങൾ സാറ്റേണിനുണ്ട്. സൗരയുദ്ധത്തിലെ തന്നെ എല്ലാ ഗ്രഹങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സാറ്റേണിന്റെ ഡെൻസിറ്റി വളരെ കുറവാണ്. ജലത്തിനേക്കാൾ താഴെ മാത്രം ഡെൻസിറ്റി ഉള്ളതിനാൽ സാറ്റേണിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന ഒരു സമുദ്രത്തിലേക്ക് നമുക്കതിനെ സ്ഥാപിക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ആ സമുദ്രത്തിൽ പൊങ്ങിക്കിടക്കുകയും ചെയ്യും. ജൂപ്പിറ്ററിനെ പോലെ തന്നെ ശക്തമായ കാന്തിക വലയങ്ങൾ ഉള്ളതിനാൽ തന്നെ നമ്മൾ സാറ്റേണിൻ്റെ ഏതെങ്കിലും പോളുകളിൽ പോയി നിന്നാൽ ഭൂമിയിൽ വീക്ഷിക്കുന്നത് പോലെയുള്ള അറോറകളും നമുക്ക് കാണുവാനായി സാധിക്കുമെന്നതും സാറ്റേണിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഇത്രയുമാണ് സൗരയുധത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രഹമായ സാറ്റേണിനെ കുറിച്ച് നമുക്ക് കൂടുതലായി അടുത്തറിയുവാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വളരെ ചെറിയൊരു ചാനലാണ്.
നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാനായി സാധിക്കുകയുള്ളൂ. വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.